നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീം ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചിലരുടെ ഫേസിൽ നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് കട്ടിയിലായിരിക്കും സ്കിന്നൊക്കെ ഇരിക്കുന്നത്. ആ ഒരു കട്ടിപ്പൊക്കെ മാറ്റിയിട്ട് ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം, കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനെസ് മാറാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. നമ്മളിവിടെ അയർലൻഡിൽ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലൊന്നും കിട്ടാനില്ല. അപ്പം നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പം ഓൾറെഡി ഇപ്പം തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു, വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നന്നായിട്ട് കട്ടയായിട്ടാണ് കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് മെൽറ്റാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്, തിളപ്പിക്കാത്ത പാലാണ് എടുക്കേണ്ടത്. 1 സ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. 1 സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ്, 1/2 സ്പൂൺ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല, പച്ചമഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേന്ന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതേ കണ്ടില്ലേ, ഇതുപോലെ ചെറിയൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അലോവേര ജെല്ലൊന്നും വേണ്ട, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് ക്രീമി ആയിട്ട് വേണമെങ്കിൽ കുറച്ചേറെ അലോവേര ജെല്ല് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ടാണ്. നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കിടക്കുന്നതിന് മുന്നേ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, രാവിലെ വാഷ് ചെയ്താൽ മതി. ഇനി വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫേസ് പാക്ക് ആയിട്ടോ ക്രീമായിട്ടോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്രീമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, രാവിലെ വാഷ് ചെയ്താൽ മതി. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ വാഷ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് നിർബന്ധമാണെങ്കിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പം നമുക്ക് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല.
പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബായി പൊക്കോളും. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ സ്കിൻ കണ്ടോ, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.